വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള ഒരു പോയമാണ്. പോയത്തിൻ്റെ പേര് ആനിമൽ സൗണ്ട്സ് എന്നാണ്. ആനിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗം അല്ലേ? സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങൾ. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആനിമൽസിൻ്റെ സൗണ്ട്സ്, അതായത് മൃഗങ്ങളുടെ ശബ്ദങ്ങളാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുതന്നെയാണ് ഇവിടെ ടൈറ്റിലിൽ കൊടുത്തിട്ടുള്ളതും. ഇവിടെ നമുക്ക് പിക്ചറിൽ ഒരുപാട് മൃഗങ്ങൾ കാണാം അല്ലേ? അവരുടെ സൗണ്ട്സ് നമുക്ക് പഠിക്കണം അല്ലേ? അതാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് കേട്ടോ. സോ ആരൊക്കെയുണ്ട്? ക്രോ ഉണ്ട്, ഡോഗ് ഉണ്ട്, സ്നേക്ക്, ഡക്ക്, റൈനോ, അതേപോലെ എന്താണ് ലയൺ ഉണ്ട്, റാറ്റ് ഉണ്ട്, ഹെൻ ഉണ്ട്, മങ്കി ഉണ്ട്, അങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇവരുടെയൊക്കെ ശബ്ദം ഒന്ന് പഠിച്ചാലോ ഈ ഒരു പോയത്തിലൂടെ? അപ്പോൾ നമുക്ക് പോയം നോക്കാം. The cows go moo moo. അപ്പോൾ കൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പശുക്കൾ അല്ലേ? പശുക്കൾ ശബ്ദമുണ്ടാക്കുന്നത് എങ്ങനെയാണ്? മൂ മൂ എന്നാണ്. നെക്സ്റ്റ് ആരാണ്? The dogs go bow wow. ആരാണ് bow wow എന്ന ശബ്ദം ഉണ്ടാക്കുക? ഡോഗ്സ് അല്ലേ? ഡോഗ്സ് എന്ന് പറഞ്ഞാൽ നായ അല്ലേ? അല്ലെങ്കിൽ പട്ടി. പിന്നെന്താണ്? The cats go meow meow. കാറ്റ്സ് ആരാണത്? പൂച്ച അല്ലേ? പൂച്ച എങ്ങനെ ശബ്ദം ഉണ്ടാക്കുക? മ്യാവ് മ്യാവ് അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ദ ആനിമൽസ് സേ ഹലോ. അപ്പോൾ ആനിമൽസ് ഹലോ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ദ ആനിമൽസ് സേ ഹലോ എന്നുള്ള ലൈന് എല്ലാ സ്റ്റാൻസയിലും ലാസ്റ്റ് ലൈനായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിനെ നമ്മൾ റിഫ്രെയിൻ എന്നാണ് പറയുക. ഒരു ലൈന് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ എന്താണ് പറയുക? റിഫ്രെയിൻ എന്നാണ് പറയുക. അത് കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ടീച്ചേഴ്സും അതേപോലെ പാരൻസും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ദ ഡക്സ് ഗോ ക്വാക്ക് ക്വാക്ക്. ഡക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? താറാവ് അല്ലേ? നമുക്ക് ഇവിടെ പിക്ചറിൽ കാണാം. അപ്പോൾ ഡക്സ് എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക? ക്വാക്ക് ക്വാക്ക് എന്നാണ് ശബ്ദം ഉണ്ടാക്കുക. നെക്സ്റ്റ് ആരാണ്? ദ പിഗ്സ് ഗോ ഓയിങ്ക് ഓയിങ്ക്. അപ്പോൾ പിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പന്നി അല്ലേ? അപ്പോൾ പന്നികൾ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക? ഓയിങ്ക് ഓയിങ്ക് എന്നാണ്. പിന്നെയോ ഇനി ആരാ വരുന്നത്? ദ ഡോങ്കീസ് ഗോ ബ്രേ ബ്രേ. ഡോങ്കീസ് എന്ന് പറഞ്ഞാൽ കഴുത അല്ലേ? കഴുതകൾ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക? ബ്രേ ബ്രേ എന്നാണ് ശബ്ദം ഉണ്ടാക്കുക. ദ ആനിമൽസ് സേ ഹലോ. അപ്പോൾ ആ ഒരു ലൈന് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ദ ഹോഴ്സസ് ഗോ നെയ് നെയ്. അപ്പോൾ ഹോഴ്സസ് എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക? നെയ് നെയ് എന്നാണ്. ഹോഴ്സസ് എന്ന് പറഞ്ഞാൽ കുതിരകൾ കേട്ടോ. നെക്സ്റ്റോ ദ റൈനോസ് ഗോ സ്നോട്ട് സ്നോട്ട്. അപ്പോൾ റൈനോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടാമൃഗം അല്ലേ? റൈനോസറസ് എന്താണ്? കണ്ടാമൃഗം. എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക? സ്നോട്ട് സ്നോട്ട് എന്നാണ് അവരുടെ ശബ്ദം. ദ ലയൺസ് ഗോ റോർ റോർ. അപ്പം ലയൺസ് ആരാണ്? കാട്ടിലെ രാജാവ് അല്ലേ? ആരാണ്? സിംഹം. സിംഹങ്ങൾ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക? റോർ റോർ. അവരുടെ സൗണ്ടിന് നമ്മൾ റോറിങ് സൗണ്ട് എന്നാണ് പറയുക അല്ലേ? ഇനിയോ ദ ആനിമൽ സേ ഹലോ. അപ്പം ഈ ഒരു ലൈന് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണ്? നമ്മൾ എന്താണ് അതിന് പറയുക? റിഫ്രെയിൻ എന്നാണ് പറയുക. നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. ദ ഡവ്സ് ഗോ കൂക്കൂ. അപ്പോൾ ഡവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാവ് അല്ലേ? പ്രാക്കൾ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക? കൂക്കു എന്നാണ് ശബ്ദം ഉണ്ടാക്കുക. പിന്നെയോ ദ ക്രോസ് ഗോ കാക്ക. അത് നമുക്ക് എപ്പോഴും കാണുന്ന അല്ലേ? നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മളുടെ എന്താണ് പ്രദേശത്തൊക്കെയും അതേപോലെ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തും ഒക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരാളാണ് ആര്? കാക്കകൾ അല്ലേ? കാക്കകളുടെ ശബ്ദം നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ്. എന്താണ്? കാക്ക എന്നുള്ളതാണ് ശബ്ദം. നെക്സ്റ്റ് എന്താണ്? ദ ചിക്കൻസ് ഗോ കാക്കിൾ കാക്കിൾ. അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? കോഴിക്കുഞ്ഞുങ്ങൾ അല്ലേ? ചിക്കൻസ് എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ. കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്? കാക്കിൾ കാക്കിൾ എന്നാണ് ശബ്ദം ഉണ്ടാക്കുക. ദ ആനിമൽ സേ ഹലോ. അപ്പോൾ ഈ ലൈൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിന് നമ്മൾ എന്താണ് പറയുക? റിഫ്രെയിൻ എന്നാണ് പറയുക. നെക്സ്റ്റ് എന്താണ്? ദ മൈസ് ഗോ സ്ക്വീക്ക് സ്ക്വീക്ക്. മൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുണ്ടലികൾ അല്ലേ? അപ്പോൾ ചുണ്ടലികൾ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക? സ്ക്വീക്ക് സ്ക്വീക്ക് എന്നാണ്. നെക്സ്റ്റ് ആരാണ്? ദ സ്നേക്സ് ഗോ ഹിസ് ഹിസ്. അപ്പോൾ സ്നേക്സ് ആരാണത്? പാമ്പുകൾ. അവരെങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക? ഹിസ് ഹിസ്. അപ്പോൾ നമ്മൾ പാമ്പിൻ്റെ അടുത്ത് നിന്ന് ശബ്ദം കേൾക്കുക എങ്ങനെയാണ്? എന്നൊരു ശബ്ദം കേൾക്കില്ലേ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഹിസ് ഹിസ് എന്നാണ് പാമ്പിൻ്റെ ശബ്ദം. ദ മങ്കീസ് ഗോ ചാറ്റർ ചാറ്റർ. അപ്പോൾ മങ്കീസ് കുരങ്ങന്മാരെങ്ങനെയാണ്? ചാറ്റർ ചാറ്റർ എന്നാണ് ശബ്ദം ഉണ്ടാക്കുക. അവരുടെ ശബ്ദം അങ്ങനെയാണ്.
The animal says hello. അപ്പോൾ ആനിമൽസ് ഹലോ പറയാണ്. ഈ ഒരു ലൈന് റിപ്പീറ്റ് ചെയ്ത് വരാണ്. അതിന് നമ്മൾ എന്താണ് പറയുക? റിഫ്രെയിൻ എന്നാണ് പറയുക. നെക്സ്റ്റ് എന്താണ്? ദ ഷീപ്പ് ഗോ ബ്ലീറ്റ് ബ്ലീറ്റ്. ഷീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട് അല്ലെങ്കിൽ ചെമ്മരിയാട് അല്ലേ? അപ്പോൾ ആടിൻ്റെ ശബ്ദം എങ്ങനെയാണ്? ബ്ലീറ്റ് ബ്ലീറ്റ് എന്നാണ്. നെക്സ്റ്റോ ദ ഫ്രോഗ്സ് ഗോ ക്രോക്ക് ക്രോക്ക്. ഫ്രോഗ്സ് എന്താണ്? തവളകൾ അല്ലേ? തവളകൾ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക? ക്രോക്ക് ക്രോക്ക് എന്നാണ് അവരുടെ ശബ്ദം. ദ വൂൾസ് ഗോ ഹൗൾ ഹൗൾ. അപ്പോൾ വൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നായകൾ ഓരിയിടുന്ന ശബ്ദം അതെങ്ങനെയാണ്? ഹൗൾ ഹൗൾ എന്നുള്ളതാണ്. ദ ആനിമൽസ് സേ ഹലോ. അപ്പം ആ ഒരു ലൈന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പോം പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എല്ലാ ആനിമൽസിൻ്റെയും, നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ആനിമൽസിൻ്റെയും സൗണ്ട്സ്, ശബ്ദങ്ങൾ പഠിക്കാൻ പറ്റി അല്ലേ? അപ്പോൾ ഈ ഒരു പോം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.